എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മറിയെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട്. കാര്യം ദൈവിക കാര്യ പരിപാടിയിൽ ഹല്ലേലൂയ അവളെ പങ്കാളിയാക്കുവാനായിട്ട് ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്തുവാണ്? നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ദൂതനെ അയച്ച് അവളെ എൻകറേജ് ചെയ്യും. ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കർത്താവ് അവളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ കാര്യപരിപാടിയിലെ പങ്കാളി ആകുവാൻ വേണ്ടിയാണ് ദൈവം ആ കൃപ കൊടുത്തേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ കാര്യപരിപാടികളിലെ, കർത്താവിന്റെ ഉദ്ദേശങ്ങളിലെ പങ്കാളികളാകുവാനായിട്ട് ദൈവം പ്രത്യേക കൃപയാൽ എന്നെ നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും കർത്താവിൻ്റെ ഉദ്ദേശത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണ്ടത് പണമല്ല, നമുക്ക് വേണ്ടത് പൊസിഷനല്ല, നമുക്ക് വേണ്ടത് മറ്റ് ഒത്താശകളൊന്നുമല്ല. നമുക്ക് വേണ്ടതായ ഒരേ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാര്യപരിപാടി, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിലൂടെ സാധ്യമാക്കുവാനായിട്ട് ഇടയായിത്തപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാവർത്തികമാകണമെങ്കിൽ, അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവളെ കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു ഹല്ലേലൂയ മശിഹ അല്ലെങ്കിൽ നമ്മുടെ യേശു കർത്താവ് അവിടെ ഉദരത്തിൽ നിന്ന് കടന്നു വരണം. ആ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരു പ്രത്യേക കൃപ മറിയയ്ക്ക് കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ആ ഗ്രാമത്തെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കായിരുന്നു, കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഏതാണ്ട് മറിയയോട് ഈ ദൂതൻ സംസാരിക്കുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ ആ കൊച്ചു ഗ്രാമത്തിലെ ഏതാണ്ട് 200 ഫാമിലീസ് അല്ലെങ്കിൽ കുടുംബങ്ങൾ മാത്രം താമസിക്കുന്നതായ ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. എന്നാൽ ആ കൊച്ചു ഗ്രാമത്തിലെ ആ വീട്ടിലെ ഹല്ലേലൂയ അകത്തെ മുറിയിൽ ചെന്ന് ദൂതന് അവളോട് സംസാരിച്ച് ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം അവളെ ഒരുക്കിയത് നമുക്ക് കാണുവാൻ. അപ്പോൾ നമ്മൾ എവിടെ ജനിച്ചു എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. ഹല്ലേലൂയ. ഏത് കുടുംബത്തിൽ നീ ജനിച്ചു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. ഏത് പട്ടണത്തിൽ നീ ജനിച്ചു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ഏത് ഹല്ലേലൂയ മാതാപിതാക്കളാൽ നീ ജനിച്ചു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. നിന്റെ ജോലി ദൈവത്തിന് വിഷയമല്ല, നിന്റെ വിദ്യാഭ്യാസം ദൈവത്തിന് വിഷയമല്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്റെ മേൽ തരും ഒരു പ്രത്യേക കൃപ. അത് ഫുൾഫിൽ ചെയ്യുവാൻ വേണ്ടി ദൈവമക്കളായ നമ്മളത് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപ തന്നെ അത് ചെയ്യുവാൻ വേണ്ടി നിന്നെ കർത്താവ് ശക്തീകരിക്കും. അത് ചെയ്യുവാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രാപ്തനാക്കും. അത് ചെയ്യുവാൻ വേണ്ടി കർത്താവ് നിന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കാം. 4-ന്റെ 33-ാം വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ ഹല്ലേലൂയ മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അല്ലെങ്കിൽ ഹല്ലേലൂയ ജോസഫിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നോഹയ്ക്ക് ദൈവത്തിന്റെ പ്രത്യേക കൃപ ലഭിച്ചു, അല്ലെങ്കിൽ ദാവീദിന് ദൈവത്തിന്റെ കൃപ ലഭിച്ച പലരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമ സഭ തുടങ്ങിയപ്പോൾ അതിന്റെ ആരംഭത്തിൽ പറയാണ് ഹല്ലേലൂയ എല്ലാവർക്കും എത്രമാത്രം കൃപ ലഭിച്ചു? ധാരാളം കൃപ ലഭിച്ചു. അപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്കും നിനക്കും എന്താണ് കൃപ കർത്താവ് തന്നിരിക്കുകയാണ്. പുതിയ വിശ്വാസികളായ നമുക്ക് ഹല്ലേലൂയ ധാരാളം കൃപ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ചിലരുടെ മേൽ മാത്രം പഴയ നിയമത്തിലെ കൃപ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ ഹല്ലേലൂയ വ്യക്തികളുടെ എല്ലാം എന്തുവാണ് കർത്താവ് കൃപ തന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ ഹല്ലേലൂയ മരണത്തെയും ഉയർപ്പിനെയും എല്ലാം ഹല്ലേലൂയ അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ നടത്തിയതായ പ്രസംഗം കേട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തെ കണ്ടുകൊണ്ട് അവർ പറയാണ് ഹല്ലേലൂയ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു എന്നപ്പോൾ ഹല്ലേലൂയ നമുക്ക് കൃപ വരുന്ന കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ഈ കൃപ നമുക്ക് തന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഹല്ലേലൂയ വേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃപയെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ നമുക്ക് ലഭിച്ചു കാണും. എന്നാൽ ഹല്ലേലൂയ ആ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ പലപ്പോഴും അറിവ് നമുക്കുണ്ട്, എന്നാൽ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ മക്കള് കടന്ന് വരാറില്ല. എനിക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ 2 മാസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേണമെങ്കിൽ നല്ല ക്ലാസ് എടുക്കാം. ഒരു 10-200 പേജിൽ വേണമെങ്കിൽ നോട്ട്സ് ഒക്കെ ഹല്ലേലൂയ എഴുതിപ്പിച്ച് പവർ പോയിന്റ് ഒക്കെ കാണിച്ച് ക്ലാസ് വേണേ എടുക്കാൻ സാധിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എത്ര എടുത്തു കഴിഞ്ഞാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തലത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ആ ബലവും ശക്തിയും ആ കൃപയും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ കൃപയെക്കുറിച്ച് ഹല്ലേലൂയ ഒത്തിരി പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം. കൃപയെക്കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കൃപ നമ്മൾ അനുഭവിച്ച് അറിയേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരണം. ഒത്തിരി അറിവ് നമുക്ക് കാണും നമ്മുടെ വായനയിൽ നിന്ന്. എന്നാൽ കൃപ അനുഭവിച്ച് അറിയേണ്ടതായ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുഭവിച്ച് അറിയേണ്ടതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അവൻ നല്ലവനാ, അവനെ രുചിച്ചറിയുവാനാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആ കൃപ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ കൃപ അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെ ഹല്ലേലൂയ അനുഭവിക്കാത്തതായ ഒരു കൃപയിലേക്ക് കടന്നു വരുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കൃപ ലഭിക്കുമ്പോൾ ഹല്ലേലൂയ ചിലതിനെയൊക്കെ ഹല്ലേലൂയ പരാജയപ്പെടുത്തുവാനായിട്ട്, ചിലതിനെയൊക്കെ ഒതുക്കുവാനായിട്ട് ചില വേദനകളുടെ മേലെ നമുക്ക് എന്താ വേണം? ഹല്ലേലൂയ കൃപ വേണം. ഹല്ലേലൂയ. ചില രോഗങ്ങളുടെ മേലെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കൃപ വേണം. ഹല്ലേലൂയ. ചില പ്രതിസന്ധികളുടെ മേലെ എനിക്ക് നിനക്കും വേണ്ടത് എന്തുവാണ്? കൃപ വേണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തുവാണ്? ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹല്ലേലൂയ ആ കൃപ എന്തുവാണ്? ധാരാളമായി കർത്താവ് ഹല്ലേലൂയ തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് തരുവാനായിട്ട് കർത്താവ് സന്നദ്ധനാണ്. ഹല്ലേലൂയ. അപ്പോൾ കൃപയുടെ ദാതാവ് കർത്താവാണ്. അവന്റെ ഭണ്ഡാരത്തിൽ ഹല്ലേലൂയ ഒത്തിരി കൃപകളുണ്ട്. ഹല്ലേലൂയ. ആ കൃപ അവന് എനിക്കും നിനക്കും തരും. അപ്പോൾ നമ്മുടെ വേദനകളുടെ മേലാണേലും, നമ്മുടെ പ്രശ്നങ്ങളുടെ മേലാണേലും, നമ്മുടെ രോഗങ്ങളുടെ മേലാണേലും ഹല്ലേലൂയ നമുക്ക് വേണ്ടിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ചില വിഷയങ്ങളെ നമുക്ക് കൃപ കൊണ്ട് തോൽപ്പിക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങളെ എനിക്കോ നിനക്കോ ചിലപ്പോൾ ഹല്ലേലൂയ പരാജയപ്പെടുത്തുവാനോ തോൽപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ കൃപ കൊണ്ട് ചിലതിനെ തോൽപ്പിക്കുവാൻ സാധിക്കും. കൃപ കൊണ്ട് ചിലതിനെ പണിയുവാൻ സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? കൃപ കൊണ്ട് ചിലതിനെ തോൽപ്പിക്കുവാൻ സാധിക്കും. കൃപ കൊണ്ട് ചിലതിനെ പണിയുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഹല്ലേലൂയ ചിലതിനെ തോൽപ്പിക്കുവാനും ചിലതിനെ പണിയുവാനും ഹല്ലേലൂയ ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ഹല്ലേലൂയ പണത്തിന്റെ ഹല്ലേലൂയ മുഷ്കല്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ കഴിവല്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ആവശ്യം. ചിലതൊക്കെ പണിയുവാനും ഹല്ലേലൂയ ചിലതിനെയൊക്കെ തോൽപ്പിക്കുവാനും. സക്കറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകമായ ഒരു കൃപ സെരുബാബേലിന് ദൈവം കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പണിക്ക് വേണ്ടി ദൈവം തന്നെ ശക്തീകരിക്കുന്നത് ബലപ്പെടും. നമുക്ക് സക്കറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാം. 4:7. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ലു കയറ്റും. ഇവിടെ പറയാണ് ഹല്ലേലൂയ സെരുബാബേലിന്റെ മുമ്പിലുള്ളതായ മഹാപർവ്വതം. അപ്പോൾ ഒരു മഹാപർവ്വതം പോലെ ഹല്ലേലൂയ പ്രശ്നങ്ങള് ഹല്ലേലൂയ തിങ്ങി നിൽക്കുന്നത് ആര് കാണുകയാണ്? സെരുബാബേൽ കാണുകയാണ്. കാര്യം സെരുബാബേൽ ഹല്ലേലൂയ എക്സൈൽ അല്ലെങ്കിൽ 70 വർഷം ബാബേലിലെ അടിമയായിരുന്നതായ ഒരു ഭക്തനായിരുന്നു. എന്നാൽ അവിടുന്ന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തനിക്കൊരു ടാസ്ക് കൊടുത്തു. ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്നതായ യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട്. അത് പണിയുവാൻ വേണ്ടി താൻ അടിത്തറ ആണിക്കല്ലിട്ടു. ഹല്ലേലൂയ. എന്നാൽ അത് പണിയുവാൻ സാധിക്കാതെ ഒപ്പോസിഷൻ കൊണ്ട് ആ പണി മുടങ്ങിയതായിട്ട് നമുക്ക് കാണാം. ഏതാണ്ട് 16 വർഷക്കാലം ആ പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെ 16 വർഷക്കാലം ആ പണി മുടങ്ങിക്കിടന്നപ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സക്കറിയ പ്രവാചകനിലൂടെ സെരുബാബേലിനോട് സംസാരിക്കുകയാണ്. അത് നീയാണ് അതിനെ കല്ലിട്ടത്, നീയാണ് ആ പണി തുടങ്ങിയത്. എന്നാൽ നീ തന്നെ ആ പണി പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാൻ ഞാൻ നിനക്ക് പ്രത്യേകമായ കൃപ തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. മൗണ്ടൻ പോലെ ഹല്ലേലൂയ, മല പോലെ ഹല്ലേലൂയ, അതുപോലെ നിന്റെ മുമ്പിലെ മഹാപർവ്വതം പോലെ പ്രശ്നങ്ങൾ നീ കാണുകയാണ്. എന്നാൽ നിന്നെ കൊണ്ട് ആ പർവ്വതങ്ങളെ ഞാൻ സമനിലമാക്കി ഹല്ലേലൂയ നിന്നെ കൊണ്ട് തന്നെ ഞാൻ ആ പണി ചെയ്യിക്കുമെന്ന് ഇവിടെ സെരുബാബേലിനോട് പറയാണ്. അത് ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ ചില
ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ വെപ്പൺസോ അല്ലെങ്കിൽ ആളുകളെ ഒന്നും കൊടുക്കാമെന്ന് ഇവിടെ ദൈവം ഓഫർ ചെയ്യുന്നില്ല. ഇവിടെ ദൈവം ഹല്ലേലൂയ സെരുബാബേലിനോട് ഓഫർ ചെയ്യുന്നത് എന്തുവാണ്? ഹല്ലേലൂയ ഇവിടെ പറയണേ, അതിനെ കൃപ കൃപ എന്ന് ആർപ്പോടുകൂടെ അവനെ ആണിക്കല്ല് കയറ്റും. ഹല്ലേലൂയ, ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ ബലപ്പെടുത്തുവാൻ പോവുകയാണ്, ആ പണി നീ വീണ്ടും തുടങ്ങുവാൻ പോവുകയാണ്, നീ അടിസ്ഥാനമിട്ടതായ ഹല്ലേലൂയ ആ പണി ഞാൻ തന്നെ നിന്നിലൂടെ അത് പൂർത്തീകരിക്കും, നിന്നിലൂടെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ഹല്ലേലൂയ നീ ഓരോ കല്ലും എടുത്തു വെക്കുമ്പോൾ ഹല്ലേലൂയ നീ കൃപ കൃപ എന്ന് പറഞ്ഞുകൊണ്ട് നീ അത് ചെയ്യും. കാര്യം, നിന്റെ മേലെ ഞാൻ കൃപ ഒഴുക്കുവാൻ പോവുകയാണ്, നിന്റെ മേലെ ഞാൻ കൃപ അയക്കുവാൻ പോവുകയാണ്. ആ കൃപ നിന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ മഹാപർവ്വതങ്ങളൊക്കെ ഹല്ലേലൂയ സമനിലമായി ഹല്ലേലൂയ നിന്നെ കൊണ്ട് തന്നെ ആ പണി ചെയ്യിക്കുമെന്ന് പറയാണ്. ഹല്ലേലൂയ, ഇന്ന് പോൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു 2024 ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചു, നടന്നില്ല, എന്നാൽ വിശ്വസിക്കാം ഹല്ലേലൂയ ഈ 2026 ഹല്ലേലൂയ കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. ചില പണികളുടെ വർഷമാക്കി ഈ 2026 തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അതിനുവേണ്ടി നമ്മളൊന്ന് ഒരുങ്ങണം. ഹല്ലേലൂയ, 31-ാം തീയതി വരുമ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞ് ഹല്ലേലൂയ അങ്ങ് പോകാതെ ഈ ദിവസങ്ങളിലെ ദൈവത്തിന്റെ മക്കളെ ചില പണിക്ക് വേണ്ടി ഒന്നൊരുങ്ങണം, ചില പണിക്ക് വേണ്ടി ദൈവമക്കളെ തയ്യാറാകണം. ഈ ദിവസങ്ങൾ കുടുംബ പ്രാർത്ഥനയില് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട്. കർത്താവേ ഹല്ലേലൂയ, കുടുംബമായിട്ട് നീ ഞങ്ങളെ ചില കാര്യങ്ങളെ അങ്ങേക്ക് വേണ്ടി ചെയ്യുവാന് ഞങ്ങളെ ഒരുക്കണമെന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ചില പണി ഹല്ലേലൂയ ചില കുടുംബങ്ങളെ കർത്താവ് ഏൽപ്പിക്കുവാൻ പോവുകയാണ്, ചില പണി ചില സഹോദരന്മാരെ ഏൽപ്പിക്കുവാൻ പോവാണ്, ചില പണി ഹല്ലേലൂയ ചില കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുവാൻ പോവാണ്. ഹല്ലേലൂയ ഒരു വലിയ പണി ഈ സഭയെ കർത്താവ് ഏൽപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ ഞാനും നീയും വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ഹല്ലേലൂയ, കർത്താവ് ചില പണികളെ ഈ പുതിയ വർഷം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായ ദൈവമക്കളെ ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 10 നമ്മൾ വായിക്കുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഇവിടെ പൗലോസ് തന്റെ സാക്ഷ്യം പറയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, ഇവിടെ പറയാണ്, എങ്കിലും ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അപ്പോൾ പൗലോസ് പറയാണ്, ഇവിടെ കൊരിന്ത്യരോട് പറഞ്ഞു, ഹല്ലേലൂയ നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകരുതേ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയാണ്, എനിക്ക് കൃപ തന്നു, എന്നാൽ ആ കൃപ വ്യർത്ഥമായി പോയില്ല, ആയില്ല എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അവരെ എല്ലാരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാത്രേ. ഇവിടെ പൗലോസിന്റെ തന്റെ സ്വന്തം സാക്ഷ്യം താൻ പറയാണ്. ഹല്ലേലൂയ, മറ്റുള്ള അനേകരെക്കാൾ കൂടുതൽ അധ്വാനിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നായ ആ കൃപയെന്ന് താൻ സാക്ഷ്യം പറയാണ്. അപ്പോൾ ഹല്ലേലൂയ ആർക്കും ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ ഹല്ലേലൂയ കൃപയ്ക്ക് ചെയ്ത് എടുക്കുവാൻ സാധിക്കുമെന്ന് ദൈവമക്കളെ വിശ്വസിച്ചുകൊണ്ട് കൃപയ്ക്കായി നമ്മളെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആ കൃപയുടെ വലിയ വ്യാപാരം നമ്മളിൽ ഉണ്ടാകുവാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഹല്ലേലൂയ കർത്താവ് ആ കൃപയുടെ ഉറവ തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ കൃപയുടെ ഉറവ ഒരിക്കലും അടഞ്ഞു പോകല്ലേ. കൃപയുടെ ഉറവ അടഞ്ഞു പോകുവാൻ ഞാൻ നീ അനുവദിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ആ കൃപയുടെ വലിയ വ്യാപാരം ഈ ദിവസം ഉണ്ടാകും. ഹല്ലേലൂയ, സഭയിലെ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നതായ ആ കൃപയുടെ ഹല്ലേലൂയ ഉറവ അടഞ്ഞു പോകലെ. ഹല്ലേലൂയ ഹല്ലേലൂയ, സഭയിലെ കൃപയുടെ ഉറവ അടഞ്ഞു പോകുകയാണെങ്കിൽ ഇവിടെ കാഴ്ചക്കാരായിട്ട് കടന്നു വന്ന് 2 പാട്ട് പാടി ഒരു പ്രസംഗം കേട്ട് നമ്മൾ പോകുക മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുവാൻ പോകുന്നില്ല. എന്നാൽ കൃപയുടെ വ്യാപരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കൃപയുടെ വ്യാപാരം ഇതിനകത്ത് നടക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സൗഖ്യങ്ങളോടെ നടക്കും, ഭൂതങ്ങളെ വിട്ടുപോകും. ഹല്ലേലൂയ, ജനം സ്നാനക്കടവിലേക്ക് ഇറങ്ങും. ഹല്ലേലൂയ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അനേകരെ തീരുമാനങ്ങൾ എടുക്കും. ഹല്ലേലൂയ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ നമുക്ക് വിശ്വസിക്കാം, കൃപയുടെ ഒരു വലിയ വ്യാപാരം നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലെ നമ്മളിലെ നടക്കരുത്. നമ്മളൊരു പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുന്ന സമയം പോയി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ഒരു സമർപ്പണത്തോടെ നമുക്ക് കടന്നു പോകണം. ഹല്ലേലൂയ ഹല്ലേലൂയ, കൃപ. ഇവിടെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയാണ്, എങ്കിലും എൻ്റെ ജനനം മുതൽ
എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്തില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും ജനനം മുതൽ എന്നെ വേർതിരിച്ച തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന. അപ്പോൾ നമ്മളെയൊക്കെ കർത്താവ് വിളിച്ച് തൻ്റെ കൃപയാലാണ് വിളിച്ച് തൻ്റെ മക്കളും അവകാശികളും തൻ്റെ പുത്രനാക്കി ഹല്ലേലൂയ പുത്രിയാക്കി നമ്മളെ തീർത്തത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അനേകർക്ക് ഈ കൃപ ലഭിക്കാതിരുന്നപ്പോൾ നമ്മുടെ പട്ടണത്തിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ എത്രയോ പേരുണ്ടായിരുന്നു, എന്നാൽ അവർക്കൊന്നും ഈ കൃപ ലഭിക്കാതിരുന്നപ്പോൾ ഹല്ലേലൂയ എനിക്ക് നിനക്ക് കർത്താവ് കൃപ തന്നു. എത്രമാത്രം നാം നന്ദിയുള്ളവരായിരിക്കണം. ഈ കൃപ നമുക്ക് തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അല്പം കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. നമ്മൾ പാട്ട് പാടുമ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ പാട്ട് പാടാം. ഹല്ലേലൂയ. കൃപാ കടലേ എന്നുള്ളതായ ആ പാട്ടാണ് നമ്മൾ പാടുവാനായിട്ട് പോകുന്നത്. ഇന്ന് പോലക്കാലം നമ്മൾ പാടുമ്പോൾ ഹല്ലേലൂയ എത്ര പേര് വിശ്വസിക്കുന്നു ഹല്ലേലൂയ കൃപ കൃപയുടെ വലിയൊരു പ്രവാഹം കൃപയുടെ വലിയ ഒരൊഴുക്ക് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കാം. നമ്മളിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ കൃപയുടെ ഒരു വലിയ ഒഴുക്ക് ഹല്ലേലൂയ ഒരു വലിയ വ്യാപാരം ഹല്ലേലൂയ നടക്കും സംഭവിക്കുമെന്ന് ദൈവമക്കളെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പോൽക്കാലം ഒരു സമർപ്പണത്തോടെ കടന്നു പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ കൃപയുടെ വലിയ ഒഴുക്ക് ഞാൻ നീ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.